ഹലോ. ഇന്നും ഗ്രാമത്തുമുക്കിലോട്ട് പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണകിക്ക് പനിയാണ്. അതിന് ഇച്ചിരി മരുന്ന് മേടിക്കണം. പിന്നെ നമ്മളെ പപ്പി അറിയത്തില്ലേ, ഒരു ബ്രൗൺ കളറുള്ള പട്ടിക്കുട്ടി. അവൾക്ക് സുഖമില്ല. അവളെ നെഞ്ചിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു മുഴ പോലെ കണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി കല്ലിച്ച് നിൽക്കുമായിരുന്നു. കല്ലിപ്പല്ല, ഇത്തിരി സോഫ്റ്റായിട്ടൊക്കെ തന്നെ നിന്നത്. അപ്പോൾ അത് ഇന്നായപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയിട്ട് പാവം നല്ലപോലെ പഴുപ്പ് ഇറക്കുക കേട്ടോ. അപ്പോൾ അതിന് ഒരു സ്പ്രേ ഉണ്ട്. അപ്പോൾ ആ സ്പ്രേ മേടിക്കണം. പിന്നെ നമ്മളെ ഹണിയെ കെട്ടിയിടാനൊരു തുടൽ മേടിക്കണം. കാരണം ആൾക്ക് ഇപ്പോൾ നല്ല ബലവും ഒക്കെ ആയിട്ട് പഴയ കൊച്ച് തുടലങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കണം. അതിനായിട്ട് ഗ്രാമത്തുമുക്കിൽ പോവുക. ഗ്രാമത്തുമുക്കിൽ ഉണങ്ങി അറിയാമല്ലോ, വെള്ളം കയറണം. എന്ത് പറഞ്ഞാലും വെള്ളം താന്നിട്ടുണ്ട്. വലിയ വിഷയമില്ലെന്നാണ് തോന്നണത്. ഇനി വെള്ളത്തിൽ കയറുമ്പോൾ കാണാം. ഇന്ന് ഭയങ്കര വെയിലായിരുന്നു. എന്തുമായിരുന്നാലും പോയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ തിരിച്ച് വന്നു. വെയിലുള്ള വയ്യ. ഈ സ്പ്രേ ആട്ടോ നമ്മൾ സ്ഥിരം മേടിക്കുന്നത്. നല്ല സ്പ്രേയാണ്, ഈച്ചയൊന്നും പറ്റത്തില്ല. കണ്ടോ, ഇതേപോലെയാണ് നിന്നത്. പിടിക്കാനൊന്നും കുഴപ്പമില്ലായിരുന്നു. വേദനയോ അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതൊരു പരു പോലെ ആണെന്നാണ് തോന്നുന്നത്. അതാണ് ഇന്നത് പൊട്ടി പോയത്. അത് ശരിക്കും നല്ലപോലെ ഹോളായി. കാരണം ആ ഒരു ഭാഗം എനിക്ക് തോന്നുന്ന ആൾ വൃത്തിയാക്കി അതിങ്ങനെ ഹോള് വലുതായതാണെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്കും വേണ്ടി നല്ല വലുതായി. കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ നല്ല വേദനയുണ്ട് കേട്ടോ. ആൾ നമ്മളെ ഒന്നും തൊടാനോ എടുക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല. ഞാൻ വന്ന സമയത്ത് ഞാനൊന്ന് സ്പ്രേ അടിച്ചായിരുന്നു. പിന്നെ വൈകിട്ട് ഒന്നും കൂടെ അവിടെ ഒന്ന് അക്കി മൊത്തം കളഞ്ഞതുകൊണ്ട് ഒന്നും കൂടി സ്പ്രേ അടിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. കാരണം നിങ്ങളെ വീട്ടിലും ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പട്ടിക്കുട്ടികൾക്ക് വന്നാൽ ഈ സ്പ്രേ മേടിച്ച് അടിച്ചാൽ മതി. അപ്പോൾ ഈച്ചയും പറ്റത്തില്ല. ഈച്ച പറ്റിയ വേറൊരു ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ പുഴുത്താൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവളെ നെഞ്ചിൻ്റെ സൈഡിൽ തന്നെയാണ് ആ ഹോള് വന്നേക്കുന്നത്. അപ്പോൾ പുഴുവായ അത് നേരെ അകത്തോട്ട് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് പുഴുവാകാതെ നോക്കണം, എന്നാലേ പറ്റൂ. അപ്പോൾ അത് നല്ല വേദനയുണ്ട്. തൊടാനും സമ്മതിക്കുന്നില്ല. എന്തുവായിരുന്നാലും എങ്ങനെയെങ്കിലും പെട്ടെന്ന് അതിനെ ഉണക്കിയെടുക്കണം, എന്നാലേ ശരിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.